മക്കളും ഈ മനുഷ്യൻ ഉപദേശിച്ചു പോയ അതിന് പകരമായി ഇവൻ എഴുതിപ്പോയ കത്തുകളും മറ്റുമതായി എടുക്കുന്നു. ആ കത്തുകൾ അതാ വായിക്കുന്നു. ഒരു കത്തിൽ പോലും സ്വന്തം മക്കളോട് ഉപദേശം കൊടുത്തത് അവിടെ കാണാനില്ല. അപ്പോഴാണ് ഭാര്യയെ കാണുന്നത്. ആ ഭാര്യയെ മാടി വിളിക്കുന്നു. പെണ്ണിന്റെ മറുപടി, യാ അല്ലാഹ്, ഇവൻ എന്റെ ഭർത്താവാണ്. ഞാൻ പർദ്ദ ധരിക്കാതെ നടന്നവളാണ്. ഞാൻ എന്റെ ദീനിനെ മറന്നുകൊണ്ട് നടന്നവളാണ്. എനിക്ക് വസ്ത്രം നൽകേണ്ടത്, ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് കൽപ്പിക്കേണ്ടത് ഈ നിൽക്കുന്ന എന്റെ ഭർത്താവാണ്. പടച്ചവരെ, എന്റെ ഭർത്താവ് എന്റെ ആഖിറത്തിന് വേണ്ടി, ഖബറിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ പെണ്ണതാ കത്തുകൾ, നൂറുകണക്കിന് കത്തുകൾ എടുത്തുകൊണ്ട് മലായിക്കത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പറയുന്നത്, ഒരു കത്തിൽ പോലും എന്റെ ഭർത്താവ് എന്നെ ഉപദേശിച്ചുകൊണ്ട് നീ നന്നായി നടക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വരി പോലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ഈ നിൽക്കുന്നവനെയാണ്, ഈ നിൽക്കുന്ന പുരുഷനെയാണ്. സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ പെണ്ണെന്ന് പറയുമ്പോ രക്തവും മജ്ജയും മാംസവും ചെലവഴിച്ചത് ഉമ്മമാരെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ? നിങ്ങളുടെ സാധുവായ ഭർത്താവ്, ആ പാവപ്പെട്ട ഭർത്താവ് എന്തൊക്കെ നിങ്ങളെ പറഞ്ഞാലും, എന്തൊക്കെ നിങ്ങളെ ചീത്ത പറഞ്ഞാലും ആ സാധു നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് വേണ്ടി പാടുപെട്ട് ഗൾഫിലേക്ക് പോയത് നിങ്ങളെ പൊന്നുമക്കളെ നോക്കാൻ. പക്ഷേ ആ ഭർത്താവിന് വേണ്ടി കേടായി സാക്ഷ്യം കേട്ടോ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ഈ മനുഷ്യനെ വലിച്ചെറിയണേ അല്ലാഹ്. ഭർത്താവ് 10 വിരലുകൾ കടിക്കുമെന്ന് അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുമ്പോ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞ അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ വിവരിച്ച ഈ രംഗമെന്ന് പറയട്ടെ. വാപ്പയെ അതാ കൊണ്ടുപോകുന്നു. ഖാലൽ ജലീലു ഖുദൂ ഖിയാ മലായികതി മുറൂ ബിഅബ്ദി ഇലൽ നിറാനി അത്സാനാ. മലക്കുകളെ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയണം. ഒരു തുള്ളി വെള്ളം ചോദിക്കും. ദാഹിച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോ കൊടുത്തു പോകണ്ട, അവന് നരകത്തിലേക്ക് വലിച്ചെറിയണം എന്നെന്ന് പറയുമ്പോ മലായിക്കത്ത് വന്ന കാല് പിടിച്ചു വലിക്കുന്ന സമയത്ത് അതാ പ്രിയപ്പെട്ട പൊന്നുമക്കൾ, ഉപ്പാ വാപ്പ ഗൾഫിലാണ്. പക്ഷേ മാസത്തിൽ ഒരു പ്രാവശ്യം 8 ദിവസം കൂടുന്ന ഒരു ദിവസം അതാ ഫോൺ ചെയ്യുന്നു. മാസത്തിൽ ഒരു പ്രാവശ്യം കത്തയക്കുന്നു. മക്കളെ, വാപ്പ കഷ്ടപ്പെടുകയാണ്, ദുബൈയിൽ കഷ്ടപ്പെടുകയാണ്, വാപ്പ ഇതാ അബുദാബിയിൽ മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ്. എന്റെ പൊന്നുമക്കൾ, ഒരു വഖത്ത് നിസ്കാരം ഖളാ ആക്കരുത്. എന്റെ പൊന്നുമക്കൾ, ഒരു നാടകം കണ്ടുകൊണ്ട് റസൂലുള്ളാഹിനെ മറക്കരുത്. ഗാനമേളക്ക് വേണ്ടി മക്കളെ ഞാൻ നൽകുന്ന 10 പൈസ നിങ്ങൾ കൊടുക്കരുത്. റസൂലുള്ളാഹിന്റെ മുഖം കാണേണ്ടെന്ന ആ കണ്ണുകൊണ്ട് ഒരു സിനിമ കണ്ടിട്ട് മുത്തുനബിയുടെ മുഖം കാണുന്നതിനെ തൊട്ട് തടയുന്ന മക്കളാവല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാസത്തിലതാ കത്തെഴുതുകയാണ്. എല്ലാ മാസവും വാപ്പ ഉപ്പായി മക്കൾക്ക് കത്തെഴുതുന്നു, ഭാര്യക്കതിരും വലിയ കത്തെഴുതുന്നു. അങ്ങനെ കത്തെഴുതി ഈ പെണ്ണതാ തഹജ്ജുദ് പോലും നിസ്കരിച്ചുകൊണ്ട് ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുന്നു. മക്കളതാ ദുആ ചെയ്യുന്നു. 7 വയസ്സുള്ളൊരു കുട്ടി ഒരു വഖത്ത് നിസ്കാരം മാറ്റിവെക്കുന്നില്ല.
വാപ്പയുടെ ഉപദേശമാണ്. മക്കൾക്ക് നേരിട്ട് കത്തെഴുതുകയാണ്. 10 വയസ്സുള്ള കുട്ടികൾക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന്റെ പേര് വെച്ചിട്ട് ആ മകനെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് വാപ്പ എഴുതുകയാണ്. 10 വയസ്സുള്ള മക്കൾക്ക് 15 വയസ്സുള്ള കുട്ടികൾക്ക് പേരിട്ട് വേറിട്ട് കത്തെഴുതുകയാണ്. ആ കുട്ടിയുടെ ഹൃദയത്തിൽ വാപ്പയോട് വല്ലാത്ത സ്നേഹം. പടച്ചവരെ, എന്റെ ഉപ്പ എന്നെ ഉപദേശിച്ചു, ഞാൻ പള്ളിയിലേക്ക് പോകാതിരിക്കില്ല, ഞാനൊരു വഖത്ത് നിസ്കാരം ഖളാ ആക്കില്ല, ഞാൻ എന്റെ ഉമ്മയെ ചീത്ത പറയില്ല, ഞാൻ എന്റെ ഉമ്മയെ അടിക്കുകയില്ല. വാപ്പയുടെ കത്തിന്റെ പവറാണത്. ഏത് സമയത്തും ഫോൺ ചെയ്യുന്നു, അതിനെത്ര പൈസ പോയാലും ഈ ഉപ്പാക്ക് വിഷമമില്ല. കാരണം ദുനിയാവിലെ സമ്പാദ്യം ഈ മക്കളാണെന്ന് നമ്മൾ സംസാരിച്ചുവല്ലോ. ആ മക്കളാണ്. ഈ മക്കളുടെ മുന്നിൽ വെച്ച് വാപ്പയെ നരകത്തിലേക്ക് ഒരുപറ്റം ആളുകളെന്ന് മലായിക്കത്തങ്ങ് വലിക്കുമ്പോ സ്വർഗത്തിന്റെ കവാടം കാണിച്ചു കൊടുത്തിട്ട് ഈ പൊന്നുമക്കളെ സ്വർഗത്തിലേക്ക് വന്ന് കൊണ്ടുപോകുമ്പോ ആ മക്കൾ അവിടെ വെച്ച് പറയുന്നു, യാ റബ്ബനാ യാ റബ്ബൽ ആലമീൻ അർഹമുർ റഹീമീൻ. ആ നിൽക്കുന്നത് എന്റെ വാപ്പയാ, ഹുവ അബീ, എന്റെ ഉപ്പ നരകത്തിലാണോ, ഞാൻ സ്വർഗത്തിൽ കിടക്കൂലല്ലാ, എന്നെയും നരകത്തിൽ കിടത്തിക്കോ. എന്റെ പൊന്നുവാപ്പ ആ ഉപ്പയുടെ ഉപദേശം കൊണ്ടാണ് ഞാൻ 5 വഖത്ത് നിസ്കരിച്ചത്. അതുകൊണ്ട് എന്റെ വാപ്പയെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാ. അവിടെ വെച്ച് മക്കളങ്ങ് പറയുന്നു, ഇപ്പുറത്ത് ഭാര്യതാ പറയുന്നു, എന്റെ ഭർത്താവിനെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാ. തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണെന്ന് പറയുമ്പോ അർഹമുർ റഹീമായ റബ്ബ് അവന്റെ മഹലഫലുകൊണ്ട് മലായിക്കത്തിനെ വിളിച്ചിട്ട് അതാ ഈ മക്കളങ്ങ് അവിടുന്ന് അപേക്ഷിച്ചപ്പോ, ഭാര്യയെന്ന് പറഞ്ഞപ്പോ ഈ ഉപ്പാര് ഈ ഭർത്താവിന് സ്വർഗത്തിലേക്ക് വിടുന്നു. സ്വർഗത്തിലേക്ക് വിടാൻ അല്ലാഹു അങ്ങ് കൽപ്പിക്കുമ്പോ നരകത്തിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് സ്വർഗത്തിലേക്കങ്ങ് വിടുമ്പോ ഈ ഭർത്താവ് ഭാര്യയുടെ മുഖത്തൊരു നോട്ടം, സന്തോഷം കൊണ്ടുള്ള നോട്ടം. ആ സമയത്ത് 2 പേര് കൈപ്പിടിച്ചോ അവിടുന്ന് സന്തോഷം കൊണ്ട് കരയുന്നു. മക്കളെ എന്ന് വിളിച്ചിട്ട് 2 പേരും അതാ കരയുന്നു. ഈ 2 സംഭവം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു 2 വിഭാഗത്തിൽ ബുദ്ധിയുള്ള മനുഷ്യ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏതാണ് വേണ്ടത്? എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ഈ നിൽക്കുന്ന വാപ്പയാണ് എന്ന് പറയുന്ന മക്കള് വേണോ, അതോ നരകത്തിലേക്ക് വാപ്പയെ കൊണ്ടുപോകുമ്പോ യാ അബസാ അർഹമുർ റഹീമീൻ, എന്റെ വാപ്പയാണത്, എന്റെ ഉപ്പാനെ കൈപ്പിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പോകട്ടെ, ഉപ്പാനെ കൈപ്പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് വലിക്കുന്ന മക്കളെ വേണോ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഏതാണ് വേണ്ടത് എന്ന് തെരഞ്ഞെടുക്കാൻ മുസ്ലിം സമുദായത്തോട് പറയുന്നുവെങ്കിൽ അതിൽ ബുദ്ധിയുള്ള നമ്മൾ തെരഞ്ഞെടുക്കുക. ഞാൻ ചിലതവിടെ വായിച്ചു കേൾപ്പിക്കട്ടെ. നമ്മളൊക്കെ സാധുക്കളാണ്, അവസാനം നമ്മുടെ മക്കൾ കേടായി സാക്ഷി നിൽക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത്. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മയൊക്കെ സജ്ജനങ്ങളിൽ പെടുത്തിത്തെരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 2ഉം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ഈ 2 ഭാഗത്തിൽ നിന്നും ചിലത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഈ പ്രസംഗം ഇന്ന് നിർത്തുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഫലം ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. ഉമ്മമാരെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ നാടുകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയുണ്ട്, ഒരു സ്വഭാവമുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളെ എല്ലാ സമയത്തും അടിച്ചുകൊണ്ട്, ഏത് സമയത്തും പെൺകുട്ടികളെ അടിക്കുന്നതും അവരെ ചീത്ത പറയുന്നതും അതൊരു ഹോബിയാക്കി വെച്ച് അതൊരു വലിയ പവറാക്കി വെച്ച് നടക്കുന്ന കുറെ പുരുഷന്മാരുണ്ട്. ഭാര്യമാർ അതൊരു അടിമയാണ്. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും.
ഭാര്യ നമ്മുടെ അടിമയാണെന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന കുറെ പുരുഷന്മാരുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ. ഇപ്പൊ ഇവിടെ ഞാൻ ഇന്നലെ വന്ന് വഅദ് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഉസ്താദിന്റെ കൂടെ തന്നെ ഞങ്ങൾ പോയും ചെയ്തു. വല്ലാതൊന്നും ചോദിക്കാനും അന്വേഷിക്കാനൊന്നും പറ്റിയില്ല. ഇന്നിപ്പോ നേരം വൈകിട്ട് സമയത്താണ് എത്തിയത്. അപ്പൊ വല്ലാതെ ഒന്നും കാര്യങ്ങൾ ചോദിക്കാനൊന്നും മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞില്ല. മലപ്പുറത്ത് ഞങ്ങളുടെ നാടുകളിലൊക്കെ ഭാര്യമാരെ വല്ലാതെ